യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആ Then, no, just keep it that word. And യെരമ്യ 17-ന്റെ 8-ാം വാക്യം കൂടെ വായിക്കാം. Jeremiah, book of Jeremiah, chapter 17, verse 8. He will be like a tree planted by the water, that extends its roots by a stream. It will not fear when the heat comes, but its leaves will be green, and it will not be anxious in a year of drought, nor cease to yield fruit. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. മതി. ഒരു വൃക്ഷത്തിന്റെ പ്രത്യാശയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Here you see a trees. ആരാണ് ഈ വൃക്ഷം? Who is this tree? വേദപുസ്തകം The word of God. മനുഷ്യനെ ഒരു വൃക്ഷത്തെ പോലെ പലപ്പോഴും ചിത്രീകരിക്കുന്നുണ്ട്. The word of God illustrates man as a tree. സങ്കീർത്തനം 1:3 പറയുന്നത്, If you read Psalm 1:3, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും, അവൻ നാട്ടരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ആയിരിക്കും. He's a tree planted by the streams ഒരു of water. ഭക്തനെ കുറിച്ച് പറയുന്നത്, This a holy man. അവൻ വൃക്ഷമാണെന്നല്ല He's പറയുന്നത്, not saying it's a tree. പക്ഷേ അവനെ വൃക്ഷത്തോടെ ഉപമിക്കുക. He's illustrating him like a tree. അവൻ ആറ്റരികത്ത് നട്ട ഒരു വൃക്ഷമാണ്. He's the one that's planted near streams of water. സങ്കീർത്തനം 52:8 പറയുന്നു, ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ പച്ച ഒലിവ് വൃക്ഷം പോലെ ആയിരിക്കും. അപ്പോൾ അതൊരു വൃക്ഷം പോലെ അവിടെയും കാണിക്കുന്നത്. In Psalm 52:8, it's also depicting a tree over there. ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ In the house of the Lord, I will be like an പച്ച olive tree. ഒലിവ് പോലെ. Like an olive tree. Praise God. Amen. മത്തായി സുവിശേഷം 21:18 മുതൽ 19 വായിക്കുമ്പോൾ, ഫലമില്ലാത്ത ആത്മീയ ജീവിതത്തെ യേശു അത്തിവൃക്ഷത്തിന്റെ ഉപമയായി ചിത്രീകരിക്കുന്നുണ്ട്. അല്ല, no need to read. We are able to understand. I have to finish my message. ഫലമില്ലാത്ത ആത്മീയ ജീവിതത്തെ യേശു അത്തിവൃക്ഷത്തെ പോലെ സൂചിപ്പിക്കുന്നു. He illustrates the fig tree as a one that is not fruitful. മനുഷ്യനെ വൃക്ഷമായി ദാനിയേൽ തന്റെ ദർശനത്തിൽ കാണുന്നു. Daniel sees and illustrates that man as a tree. ദാനിയേൽ 4:10 മുതൽ 22 വരെ വായിക്കുമ്പോൾ, നെബൂഖദ്നേസർ രാജാവിനെ ഒരു വലിയ വൃക്ഷമായി ദർശനത്തിൽ കാണിക്കുന്നു. He dreams of the Nebuchadnezzar as a big tree. Praise God. Amen. ഞാൻ ആ വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞത്, I'm saying എന്താണ് about നമ്മൾ എന്താ കേൾക്കാൻ പോകുന്നത്, I want to tell you what you're about to hear. എന്താണ് ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കാനുള്ളത്. What it is that the word of God needs to speak to us. മനുഷ്യൻ വൃക്ഷമാണെന്ന് പറയുന്നില്ല, I'm not saying man is tree. പക്ഷേ വൃക്ഷത്തോട് വേദപുസ്തകം ഉപമിച്ചിരിക്കുന്നു. He's depicting and illustrating as man as a tree. ഇനി ഒരു ഭാഗം കൂടെ പറയാനുണ്ട്. One more thing I want to say. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു കാഴ്ചയില്ലാത്തവന്മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചു. In the New Testament, he touches a man who was blind. അവനോട് ചോദിച്ചു, നീ എന്തോ കാണുന്നെന്ന് ചോദിച്ചു. He looks and says, what does he see? അവൻ പറഞ്ഞു, മനുഷ്യൻ മരങ്ങളെ പോലെ കാണുന്നു, വൃക്ഷങ്ങളെ പോലെ He said കാണുന്നു. he sees man as trees. അപ്പോൾ ഒരു വൃക്ഷം എന്ന് പറയുന്നത് And the tree is shown as, ഒരു മനുഷ്യന് തുല്യമാണ്. it's equal to a man. ധാരാളം മറ്റ് റെഫറൻസുകൾ വേദപുസ്തകത്തിൽ. There are many other references to that. ഇവിടെ ജോബ് പറയുന്നത്, Here Job writes, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. if you're a tree, then there's hope. അത് വെട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകും. പക്ഷേ ആ സമയത്തും There's a time of cutting down, but yet then അതിൽ പൊട്ടിക്കിളിപ്പുണ്ടാവും. it will be sprout out again. Praise God. അതിൽ ചെറിയ ചെറിയ കൊമ്പുകൾ വരാതിരിക്കില്ല. There won't be any other shoots of tender shoots. അപ്പോൾ ഒന്ന് ഒരു വൃക്ഷത്തിന് സംഭവിക്കാൻ പറ്റുന്നത്, One that happens to a plant or tree, അത് വെട്ടിക്കളയാൻ സാധ്യതയുണ്ടോ? there's time it's going to be cut.
പക്ഷേ അതിൽ കൊമ്പ് വരാതിരിക്കുകയില്ല. റിമൈനിങ് ശേഷിക്കുന്ന കുറ്റിയിൽ നിന്ന്. But it can happen that there could be tender shoots coming out. പക്ഷേ കണ്ടീഷനുണ്ട്. But there's a condition. എന്തോ കണ്ടീഷൻ അറിയാമോ? You know what the condition is? സ്തോത്രം. 9-ാം വാക്യത്തിലാ കണ്ടീഷൻ. അതിൽ വെള്ളത്തിൻ്റെതായ ഒരു ഗന്ധം കൊണ്ട് അത് കിളിർക്കും. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, A couple of things happened. ഒരു One, വൃക്ഷം വെട്ടിക്കളഞ്ഞു. that you cut away the tree. അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ സകലതും അങ്ങ് അട്ടുപോയി അല്ലെ അഴുകിപ്പോയി എന്ന് വിചാരിക്കാം. Everything has been grown and got away, got old. 8-ാം വാക്യം അങ്ങനെയല്ലേ പറയുന്നേ? 8 says right അതിന്റെ there. വേര് നിലത്ത് പഴകിപ്പോകാം എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പ്രത്യാശയൊന്നുമില്ല. There is no other hope for this tree. ദൈവത്തിന് സ്തോത്രം. Amen. പക്ഷെങ്കില് But അപ്പോൾ എന്തായി? അതിൻ്റെ റൂട്ട് വലുതായിട്ടൊന്നും കാണാനില്ല. you can't see the root as much anymore. അതിൻ്റെ ബാക്കിയുള്ള ആ ഒരു കുറ്റി അതും ഏതാണ്ടൊക്കെ ദ്രവിച്ചു പോയി. The stump is also dying out and going away. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നത്, But the word of God says, ജോബിന് ഒരു സാക്ഷ്യം പറയാനുണ്ടോ? there's a testimony Job can say. അത് വെള്ളത്തിന്റെ മണമടിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വെള്ളം അതിലേക്ക് വരുന്നുവെങ്കിൽ, if the വെള്ളം sense of the ഉള്ളിടത്തേക്ക് അതിന്റെ റൂട്ട് പോയിരിക്കുന്നെങ്കിൽ അത് ഒരു ദിവസം പൊട്ടിക്കിളിക്കും. If the water is there in the scent, and then there's going to be a time of sprouting. ഇതിലൊരു ആത്മീയ അർത്ഥമുണ്ടോ? There is a spiritual meaning behind here. സ്തോത്രം. നീ കായ്ച്ചതിനെ കുറിച്ച് അവിടെ ചോദിക്കുന്നില്ലേ? It is not that it talks about what നീ growing എത്ര there. നാൾ വൃക്ഷമായി നിൽക്കുന്നു It's not ചോദിക്കുന്നില്ലേ? asking that how many days that you've been a നീ tree. എത്ര ഫലം കായ്ച്ചു എന്ന് It's ചോദിക്കുന്നില്ലേ? not asking how many fruits that you've നിന്റെ grown. പ്രസന്റ് സിറ്റുവേഷൻ അറിയുന്നത്. He's asking for the present situation നീ of your ഇപ്പോൾ life. വെള്ളമുള്ള സ്ഥലത്താണോ നിന്റെ വേരിന്റെ ലാസ്റ്റ് പോയിന്റ് നിൽക്കുന്നത്? Is your root next to the water? അങ്ങനെയെങ്കിൽ If that's the case, നീ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ സ്ഥാനത്തും പൊട്ടിക്കളിക്കാൻ സാധ്യത. that you thought that he has been lost, that there's still going to be a time of sprouting. Praise God. Hallelujah. വൃക്ഷത്തിന്റെ ഒരു ആത്മീയ അർത്ഥം സ്പിരിച്വൽ ലൈഫിനെ കാണിക്കുന്നു. It says about a spiritual life of a tree. വേരുകൾ വിശ്വാസത്തിന്റെ ആഴത്തെ കാണിക്കുന്നു. The roots show the deepness of faith. അതിന്റെ തണ്ട് അല്ലെങ്കിൽ അതിന്റെ ആ തടി കുറ്റികള് The stump സ്വഭാവത്തെ കാണിക്കുന്നു. shows the behavior of man. കൊമ്പുകൾ പ്രവൃത്തികളെ The കാണിക്കുന്നു. thorns of the shoots shows the actions of man. അതല്ല എങ്കിൽ നീ ആശ്രയിച്ചിരിക്കുന്നതിനെ കാണിക്കുന്നു. Or it's showing that what you have put your faith in. നിന്റെ വിശ്വാസത്തിന്റെ ആഴത്തെ കാണിക്കുന്നു. It shows the deepness of your faith. Praise God. Hallelujah. Amen. അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയാമോ? Then you know what ഇല, else? The leaves, നിന്റെ എക്സ്പ്രഷൻ, പുറമേയുള്ള ഭാഗങ്ങൾ, it shows your expressions, നിന്റെ സാക്ഷ്യം, your testimony. ഇതൊക്കെയാ ഇല. It shows the leaves. ഫലം The fruit, ആത്മീയ ഫലമാണ്. it is a spiritual fruit. Praise God. Amen. ഇനി നമുക്ക് തിരിച്ചു വരാം Let's come back. വേറൊരു ഭാഗത്തേക്ക്. Let's look at something else. യിരെമ്യാ പ്രവചനം Jeremiah 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. That is what ഇന്നത്തെ നമ്മുടെ മെസ്സേജിന്റെ വിഷയം അതാണ്. This is today's message, is the sermon's topic. എന്തുവാണെന്നറിയാമോ? You know what it is? യഹോവയിൽ ആശ്രയിക്കുകയും Blessed is the man. യഹോവ തന്നെ ആശ്രയമായി ഇരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. Blessed is the man that trusts in Jehovah and whose trust is in Jehovah. Praise God. Amen. വളരെ ശ്രദ്ധിക്കണം. You listen Who carefully. trusts in the Lord, Who trusts in the Lord, they will wish. whose trust is the Lord. ദൈവത്തിൽ വിശ്വസിക്കുകയും That you trust in the Lord. പിന്നെ ദൈവത്തെ ആശ്രയമാക്കിയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതിനകത്ത് 2 പേരില്ലേ, 2 കൂട്ടരില്ലേ? You know that there's two types of people there. ദൈവത്തെ ആശ്രയമാക്കുന്നവർ. The one who trusts in Jehovah. ദൈവം തന്നെ എനിക്ക് ആശ്രയമെന്ന് പറയുന്നവർ. The one who says that God is my only trust. Praise God. Amen. അതിന്റെ ശേഷമായ 8-ാം വാക്യത്തിലേക്ക് Then കടക്കുന്ന it കേട്ടോ. says in 18:8. അപ്പോൾ കാര്യം നോക്കുമ്പോൾ 2 പേരും അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ? Now you look, the 2 people are blessed. Praise God. Amen. ജോസഫ് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ വായിക്കാനില്ല കേട്ടോ. I don't want to read that at this time because time is very short. നോട്ട് ചെയ്താൽ മതി. If you want to make a note, you can note it. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെ വായിക്കുമ്പോൾ ജോസഫ്സ് ലൈഫ്
produced fruit in suffering. താൻ കഷ്ടതയുടെ സമയത്തൂടെ കടന്നു പോയപ്പോഴും When Joseph was going through suffering, ഫലം തൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ he ഉണ്ടാകുവാനിടയായി. brought forth fruit before the Lord. Purity. There was purity there. ദൈവത്തിന് സ്തോത്രം. Hallelujah. Leadership and blessing to others. മറ്റുള്ളവന് നന്മയുണ്ടാകുവാൻ ജോസഫ് ഒരു കാരണമായി തീരുന്നു. Joseph was a reason to be able to bless others. ദാവീദ് David, സങ്കീർത്തനം 52:8 പറയുന്നത് 52 verse 8 says, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചു വളർന്നിരിക്കുന്ന ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കും, വല്ലപ്പോഴും അല്ല. he's not saying that I will trust in the loving kindness He's of God. not trusting Lord in a season time. He trusts Lord all the time in his life. ചിലപ്പോഴല്ല, Praise God. എല്ലാ കാലത്തും every time അവൻ ദൈവത്തിൽ that ആശ്രയിച്ചിരുന്നു. he trusts in the Lord. Praise God. ഞാൻ കുറച്ച് ക്യാരക്ടറെ ഒന്ന് കൊണ്ടുവരാം. I want to bring a few characters. അതിനു മുമ്പായിട്ട് Before that, ഈ ഭാഗ്യാവസ്ഥയിൽ ഇരിക്കുന്നവൻ്റെ അല്ലെങ്കിൽ അവന് എങ്ങനെയായിരിക്കണം ദൈവസന്നിധിയിൽ? the one who is in this blessing, like let's see the circumstance of his life. 8-ാം വാക്യം കടന്നു വരാം. ജെറമ്യാ Jeremiah 17:8. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കണം. one, the person needs to be planted by the water. അടുത്തത് എന്താ അറിയാമോ? Next, അവൻ ആറ്റിൻ്റെ അരികത്ത് വേരൂന്നിയിരിക്കണം. next is spread his roots by the river. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ One thing I like ഇംഗ്ലീഷിൻ്റെ ആ ഒരു വേർഡ് Is ആകട്ടോ. the one that says in the Tree planted by the water. water. Praise God. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. One thing you need to understand. വെള്ളം ഒഴിച്ചിട്ട് പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കാവൂ. Only plant after your water, after there's water. ചുമ്മാ കൊണ്ട് ഡ്രൈ സ്ഥലത്ത് പ്ലാന്റ് ചെയ്യാൻ നോക്കണം. Don't plant in a dry place. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കാമെങ്കിൽ Wherever the spirit of the Lord in your heart is, നാം അറിയാതൊരു റൂട്ട് ഉണ്ടാവും. that there's going to be a root. Praise God. Amen. എന്നിട്ട് പറയുന്നത് Then it says, ഇപ്പോൾ റൂട്ടായി, now there's root. വെള്ളത്തിൻ്റെ നനവുണ്ട്, Then there is the wetness of the water. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് Now പോവുകയാണ്. everything is going beautifully. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പം? Now, do you think there's any problems? പക്ഷേ അവിടെ പറയുന്ന അടുത്ത വാക്ക്, But next it says, ഇത് ഉഷ്ണം തട്ടാൻ തുടങ്ങി. the heat started to come. സ്തോത്രം. ഉഷ്ണം തട്ടാൻ തുടങ്ങി. When heat started to come, എന്താണ് ഈ ഉഷ്ണം എന്നറിയാമോ? you know what heat is? പ്രശ്നങ്ങൾ. The problems. സ്തോത്രം. ഹല്ലേലൂയ. Amen. ഒന്ന്, വേര് മുളയ്ക്കണം. One, the root needs to come. നിന്റെ വിശ്വാസത്തെ കാണിക്കുന്നു. It shows the faith. Heat comes at the time. ചൂട് വരുന്നു. And heat comes, സ്തോത്രം. പ്രശ്നങ്ങൾ. the problems. പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Is there anybody who doesn't have problems? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? You know what our circumstances right now? വെള്ളത്തോടുകൂടി നനവോടുകൂടി That we're with the water and with the wetness. തലപൊക്കി നിൽക്കുന്ന Now നല്ലൊരു we're വൃക്ഷമാണ്. having a head held up high. പക്ഷേ ഈ വൃക്ഷത്തിന് മേലെ ഉഷ്ണം അടിക്കാൻ പോകുന്നത്. But this is the tree that's going to be hit with heat. ദൈവത്തിന് സ്തോത്രം. Amen. ഉഷ്ണം അടിച്ചു കഴിയുമ്പോഴാണ്, Once the heat comes, പ്രശ്നം ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാണ്, once the problem comes, നാം ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകാത്ത when സമയത്താണ് you're not expecting the way it should go, ഈ ഇലയുടെ കളറങ്ങ് മാറും. the color of the tree changes. മുഖപ്രകാശം, പ്രത്യാശയുടെ വാക്കുകൾ കുറവായിരുന്നൊരു സമയം. The times when the hopeful words are going away. ഹൃദയദൃഷ്ടി പച്ചയായിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. When your heart is not like green. അടുത്ത ഒരു സീസൺ വരികയാ, വരൾച്ചയുള്ള കാലം. Then there is a drought coming. പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ആ ദിവസങ്ങൾ. The times where hopelessness is there. അപ്പോൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു. Now the problems came. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷന് വ്യത്യാസം വന്നു. There's change of expression happened in our നമ്മുടെ life. ദൈവമായിട്ടുള്ള സ്നേഹത്തിന് വ്യത്യാസം വന്നു. Our love changed in our life. ദൈവസഭയോടുള്ള വ്യത്യാസം വന്നു. The love for church കാരണം changed. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ധാരാളം Now there's വന്നു. many problems coming. ഉഷ്ണം ഭയങ്കരമായി Now the തട്ടിക്കൊണ്ടിരിക്കുകയാണ്. heat starts coming. ഈ വൃക്ഷം ഓർക്കണം, നീ ഫലമുള്ള ഒരു വൃക്ഷമായിരുന്നു. The tree, you understand, it's നീ a പച്ചിച്ച് fruitful നിന്ന tree. ഒരു സമയമായിരുന്നു. There's a time when you was green. ആവശ്യത്തിന് വെള്ളം കിട്ടിയ ഒരു There was സമയമായിരുന്നു. many times you had നിന്നെ water. എല്ലാവരും നോക്കിയ ഒരു There's many സമയമായിരുന്നു. times that many people looked at പക്ഷേ you. പ്രശ്നം വന്നപ്പോ, But when problems came, നിനക്ക് ഉത്തരം ലഭിക്കാതിരുന്നപ്പോ, when there is no answer coming your way, ഗ്രാജുവലി അത് വാടാൻ തുടങ്ങി. it gradually started decreasing. അതാദ്യം മനസ്സിലായത് ഇലയില.
That's first being found in leaf. Praise God. ദൈവത്തിൻ്റെ വചനം പറയുന്നു നിന്റെ ഹൃദയം പച്ചയായിരിക്കണം. The word of God says that your heart should be always green. ഈ വാക്യത്തിൻ്റെ അകത്ത് മേളിൽ പറഞ്ഞ രണ്ട് ഗ്രൂപ്പുണ്ട്. Before this verse is two types of ദൈവത്തിൽ people. ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും The one who ചെയ്യുന്നു. trusts in the Lord and whose trust is Jehovah. Praise God. Amen. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സമയമായിരുന്നു. The time of trusting in the Lord, വെള്ളം കിട്ടി വളർന്നു കണ്ടാൽ നല്ല ഭംഗിയുള്ള സമയം. that there was, you got water, you looked പക്ഷേ perfect. ഇനിയുള്ള സാഹചര്യത്തിൽ Now വേണ്ടത് is the situation ദൈവം തന്നെ നിനക്ക് ആശ്രയമാക്കിയ ഒരു that ജീവിതത്തിൽ മാത്രമേ that God Jehovah is the നീ trust. ഉഷ്ടം തട്ടുമ്പോഴും ഹല്ലേലൂയ When നിന്റെ there's ഇല still വാടാതിരിക്കത്തുള്ളൂ. That only then that your leaves don't dry. Praise God. വരൾച്ചയുള്ള കാലം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ When drought comes your way, എന്ന് പറഞ്ഞാൽ എന്തുവാ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. when there is no hope. Praise God. Hallelujah. അവിടെ വേറൊരു വാക്ക് പറയുന്നുണ്ട്. When When you become anxious. അങ്ങനല്ലേ? Am I right? When you become anxious. Praise God. Hallelujah. അതിനാ വരൾച്ചയുള്ള കാലമെന്ന് പറയുന്നത് ഒരു ആൻഷ്യസ് ആയിരിക്കുന്ന he never expect that is going to happen in his life. ആ വൃക്ഷം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. The tree never expected ഒരു ആൻഷ്യസ് പീരീഡ് അവരുടെ ജീവിതത്തിൽ that ഉണ്ടാകും. he'll have an anxious period in his life. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ ദൈവമെന്ന് കണ്ട് സ്തുതി കൊടുക്കുന്ന ഒരു ദൈവവൈതലിനെ ദൈവം ആഗ്രഹിക്കുന്നത്. But God is looking for a God who looks to and praises God. ഇങ്ങനെയുള്ള ദൈവമക്കൾ എന്ത് ചെയ്യണം? The people like that, what should they do? സങ്കീർത്തനം 2:12 പറയുന്നു. Psalm 2 says, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ that ചുംബിച്ചുകൊള്ളണം. kiss the son lest be angry and be perish away in his way. Praise God. Hallelujah. നീ വഴിയിൽ നശിക്കാതിരിപ്പാൻ. So that you do not be destroyed and perish away in the way. നിന്റെ ജീവിതയാത്രയിൽ ഉഷ്ണം വരും ദൈവവൈതലേ. When there's heat comes your way in your walk of ആൻഷ്യസ് life, ആയിരിക്കുന്ന അവസ്ഥകൾ വരാം. then there's going to be anxiousness life പക്ഷേ നീ coming. പുത്രനെ ചുംബിക്കുന്ന ചുംബനത്തിന് നമ്പേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ If you decrease the numbers of the kissing of the ഹല്ലേലൂയ son, നിന്റെ ഇല പലപ്പോഴും വാടിപ്പോകും. there's many times your leaves are going to be dry. Praise God. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ശക്തമായി ഓർക്കേണ്ട ഒരു കാര്യം. You need to realize this very carefully. നീ ക്രിസ്തുയേശുവിന്റെ പാദപീഠത്തിൽ വന്ന് ദൈവത്തെ ചുംബിപ്പാൻ നീ തയ്യാറായി You should കഴിഞ്ഞാൽ come to the presence of the Lord, and if you kiss the son, നിന്റെ മുഖപ്രകാശ രക്ഷയാകുന്ന ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാകും. God will make your face shine bright. സദൃശ്യവാക്യം 16 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ പറയുന്നത് നന്മ ലഭിക്കണമെങ്കിൽ തിരുവചനം പ്രമാണിക്കണം. Proverbs 16:20 says that if you നന്മ heed to the ലഭിക്കണമെങ്കിൽ word, തിരുവചനം പ്രമാണിക്കണം. in order to find good, you have to heed to the word. യെശയ്യാപ്രവചനം 30:18 പറയുന്നു നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ പ്രയാസങ്ങളിൽ In your സംശയത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം. in your doubt, you ask this question. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിക്കുവാൻ താമസിക്കുന്നു. ഇതാ നമ്മുടെ ചോദ്യം. This is our question. Why God is too late to answer my question? എന്തുകൊണ്ട് ദൈവം Why God is answering for my prayer? എന്തുകൊണ്ട് ആൻസർ സ്ലോ ആയി വരുന്നു? This is a very general issue in every spiritual life. ഇത് എല്ലാവരുടെയും ഇഷ്യൂ Praise God. എല്ലാ ക്രിസ്തീയ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു in every ചോദ്യമാണ്. spiritual life it ഞാൻ is a question. ഉപവസിച്ചു പ്രാർത്ഥിച്ചു I സമയത്ത് fasted and I in time. ഞാൻ സമയത്ത് ദൈവസന്നിധിയിൽ I പോകുന്നു. came to the Lord ഒരൊറ്റ in time. മീറ്റിംഗ് പോലും മടക്കാറില്ല. I never missed ഞാൻ a single വയ്യാത്തപ്പോഴും പോയി. Even sickness പക്ഷേ I എന്റെ went. ജീവിതത്തിൽ തടസ്സങ്ങളല്ലാതെ എനിക്കൊന്നുമില്ല. But there is only blockage in my life. Praise God. Amen. എന്നാൽ ദൈവവചനം പറയുന്ന ഒരു But വാക്കുണ്ട്. the word it says, മടുത്തു പോകാതെ അവന്റെ കൃപയും നന്മയും കാത്തിരിക്കുന്ന ഒരു ഭാഗ്യവാന്റെ കൂട്ടത്തിലായിരിക്കട്ടെ എന്നാം. that you should be seizing without his grace and his love. Praise God. Amen. യെശയ്യാപ്രവചനം 30:18 മുതൽ 20 വരെ ഒന്ന് വായിക്കാമോ? If you read Isaiah 30:18 too. അതുകൊണ്ട് യഹോവ നമ്മോട് കരുണ കാണിക്കുവാൻ താമസിക്കുന്നു. അതുകൊണ്ട് അവൻ നമ്മോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. ഭയങ്കര കഷ്ടമുള്ള ഒരു സമയമല്ലേ ഇത്? It isn't a great time of worry. കൃപ കാണിക്കുമെന്ന് വിചാരിച്ചു. That you thought that you was going to show grace. കൃപ കാണിച്ചില്ല. He didn't show grace.
ഇതുവരെ ഒരു പ്രയാസവും ഒരു വാക്കുകൾക്ക് ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. You had no answers to your words. കരുണ കാണിക്കേണ്ട ഒരു സമയത്ത് There കരുണ was a time കാണിക്കുമെന്ന് to വിചാരിച്ചു. show mercy that he didn't. ഹല്ലേലൂയ. അപ്പോൾ ചോദിക്കുക, Now the question's asking, ഇതാണോ ന്യായത്തിന്റെ ദൈവം? is this the God of justice? അവനായി കാത്തിരിക്കുന്നവരൊക്കെയും The one that waits in the Lord. നിന്റെ ചോദ്യങ്ങളല്ല വിഷയം. It is not your questions that is the നീ problem. ദൈവത്തിൽ വിശ്വസിക്കണം. That you have to put your faith in Christ. Praise God. Amen. ദൈവം തന്നെ എനിക്ക് ആശ്രയം. That God is my only trust. എനിക്ക് വേറൊന്നും പറയാനില്ല. That I have nothing else to അടുത്ത say. വാക്യം എന്താ പറയുന്നറിയാമോ? Next verse says, എസ്ലേവരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കണ്ട. നിലവിളിയുടെ ശബ്ദത്തിൽ അവന് നിശ്ചയമായി കരുണ തോന്നും. അപ്പം മുമ്പേ ആദ്യമൊക്കെ പറഞ്ഞു the fir- ഒന്നും പ്രത്യാശിക്കൊന്നും വകയില്ലെന്നേ. at first you said that there is no hope of ഒരാൻസർ ഞങ്ങൾക്കില്ല. that there is no answers. അടുത്ത വാക്യം പറയുന്നു, But then it says, നിശ്ചയമായി കരുണ തോന്നും. അവൻ നിങ്ങളോട് നിശ്ചയമായി കരുണ തോന്നും. കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമല്ലോ. കരച്ചിലിന്റെ മുൻപാകെ ഉത്തരമരുന്നൊരു ദൈവമാ നമ്മുടെ ദൈവം. there's a God who shows grace at the moment of your crying. Praise God. Hallelujah. അടുത്തത്, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന് Next, കർത്താവ് നിനക്ക് കഷ്ടത്തിന്റെ അപ്പവും കഷ്ടത്തിന്റെ വെള്ളവും മാത്രം ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ വന്നേക്കാം. ഇനി നിന്റെ ഉപദേഷ്ടാവ് മാത്രം പക്ഷേ ഒരു പക്ഷേ നീ വിചാരിക്കും, many times എന്നെ you see ഉടയവൻ എന്നെ കൈവിട്ടോ എന്ന്. that my teacher has എന്നാൽ left me. ദൈവത്തിന്റെ വചനം പറയുന്നു, That the word of God says, നിന്റെ ഉപദേഷ്ടാവ് നിന്നെ കൈവിട്ടതല്ല your കേട്ടോ. teacher did not leave you. അവൻ പാത്തിരിക്കുകയല്ല, He's not മറഞ്ഞിരിക്കുകയല്ല. hiding away. He's not hidden. അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാ. He's the one who sees you. എന്താണെന്നറിയാമോ? You know what the reason is? നിന്റെ ആശ്രയം ദൈവത്തിൽ മാത്രമായതുകൊണ്ട് Because your trust is only in അവൻ മറുപടി Jehovah. തരാതിരിക്കുന്ന ദൈവമല്ല. He is not the one who stops and never answers you. Praise God. Amen. അടുത്ത 21 വാക്യം എന്താണെന്നറിയാമോ? 21 says, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ when you വഴി ഇതാകുന്നു, ഇതിൽ കൂടെ കടന്നുകൊള്ളുവീൻ എന്ന് പറയുന്ന ഒരു വാക്ക് പുറയിൽ നിന്ന് കേൾക്കണമെങ്കിൽ നീ ദൈവത്തിൽ മാത്രമായി in ആശ്രയിക്കണം. order to hear that verse, then you need to always put your trust in Jehovah. Praise God. Hallelujah. ദൈവത്തിന് മഹത്വം. Amen. യെരമ്യാ പ്രവചനം 17:7 ഒരു പ്രാവശ്യം കൂടെ മടങ്ങി Let's വരാം. come back, Jeremiah 17:7. മതി. കർത്താവിൽ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. രണ്ട് കൂട്ടരെ അവിടെ കാണാം. You can see two people there. ഒന്നാമത്തെ കൂട്ടര് The first person, കർത്താവിൽ വിശ്വസിക്കുന്നവർ. the one that trusts in Jehovah. ശ്രദ്ധിക്കണം വളരെ. You understand carefully. കർത്താവിൽ വിശ്വസിക്കുന്നവർ. The trust in Jehovah. ഇവർ ജീവിതത്തിലെ പ്രശ്നങ്ങൾ The problems in their life, വന്നുകൂടുമ്പോൾ when it comes, ആവശ്യങ്ങളുള്ളപ്പോൾ when there is needs, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കൂട്ടരാണ്. this is a group of people who trust in the Lord. പക്ഷേ ദൈവം പറയുന്നില്ല ഇവർ ശപിക്കപ്പെട്ടവരാന്ന്. കർത്താവിന്റെ വചനം ഇവർ ഭാഗ്യമുള്ളവരാ. He's not saying കാരണം they're cursed, but കാരണം ഇവർ they're അറ്റ്ലീസ്റ്റ് great ആശ്രയിക്കുന്നുണ്ടല്ലോ. people. At least they're putting their trust in അവർ Jehovah. ഭാഗ്യമുള്ളവരാ. They're great blessed people. ദൈവത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്ന The one who receives help, ദൈവമക്കൾ. the children of God. പ്രൈസ് ഗാഡ്. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന, The people who think that they need some type of എനിക്കൊരു answer, മറുപടി ലഭിക്കണമെന്ന് വിചാരിക്കുന്ന, you need an answer. അങ്ങനത്തെ ഗ്രൂപ്പാ കർത്താവിൽ ആശ്രയിക്കണം. They're the ones who trust in Jehovah. പ്രൈസ് ഗാഡ്. Amen. ഉദാഹരണം പറയാം. For example, I can say അബ്രഹാം Abraham, ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിന്റെ Genesis 6 വാക്യം, 6, ദൈവിക വാഗ്ദത്തത്തിൽ അവൻ വിശ്വസിച്ചു. കാരണം ഒരു ദൂതുണ്ടായിരുന്നു. that he believed ആ ദൂതിൽ അവൻ വിശ്വസിച്ചു, എനിക്ക് മകനെ ലഭിക്കും. that he will receive his son, so he believed. അവന് ദൈവത്തിൽ പ്രത്യാശിച്ചു. That he put his belief in Jehovah. ദാവീദ് In David says, 1 ശമൂവേൽ 1 Samuel 17:45 പറയുന്നു, ഗോലിയാത്തിനെ നേരിട്ടപ്പോൾ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. when he was facing Goliath, then he trusted in Jehovah. ദാനിയേൽ Daniel, സിംഹങ്ങളുടെ ഗുഹയിലും when he was in സ്തോത്രം the lion's den, മറ്റ് പ്രതിസന്ധികളിലുമായപ്പോൾ when he was in many other various problems, ദൈവത്തിൽ വിശ്വസിച്ചു. he trusted in God. ഹന്ന Hannah, 1 ശമൂവേൽ 1 Samuel 10 അധ്യായത്തിന്റെ 20 വാക്യം, 10:20 says, മക്കളില്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൽ ആശ്രയിച്ചു. when she was barren, then she trusted in the Lord. എഹെസ്കേയാവ് 2 രാജാക്കന്മാർ 18:5 പറയുന്നു, Hezekiah in 2 Kings 18:5, 18 verse 5, അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ that he trusts in the God of Israel. സ്തോത്രം. Amen.
ഹല്ലേലൂയ. ഈ കൂട്ടരുടെ പ്രത്യേകതകൾ എന്താണെന്നറിയാമോ? You know the main thing about these group of people? ദൈവത്തിൽ നിന്ന് കേട്ട വാക്കുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. They looked at the words that are coming from God. ആവശ്യം വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടിപ്പോയി അവൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കും. When they need him, they will run to God. And when remember the words of God, they'll trust in prayer. ദൈവസഹായം പ്രതീക്ഷിക്കുന്നു. They will expect the help of the Lord. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് The second type of group of people, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന the ഗ്രൂപ്പ്. trust is only Jehovah. Praise God, hallelujah. Amen. People whose trust is the Lord. യഹോവ തന്നെ ആശ്രയം. That Jehovah is their trust. കർത്താവ് മാത്രമാണ്, വേറൊന്നും ജീവിതത്തിലില്ല. That there is nothing else, that the only God. ഇവർക്ക് ദൈവം ഒരു സഹായവും ചെയ്തില്ലെങ്കിലും, Even if there's no help that's coming from God, ഇവർക്ക് ഒരു മറുപടിയും ലഭിച്ചില്ലെങ്കിലും, even if these people don't receive any answers, ഇവർ ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. they will only trust in Jehovah. നമ്മൾ ഏതെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ Are we in any of these groups? നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ടിക്ക് ചെയ്യണം കേട്ടോ. We should mark off. ഈ ജീവിതത്തിൽ നമ്മൾ ടിക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ If you're not able to mark off in that life, ഇനിയുമുള്ള നാളുകളിൽ ഒരു ടിക്ക് ചെയ്യാൻ ശ്രമിക്കണം. in this coming days on life, that we should be able to യഹോവ mark. തന്നെ ആശ്രയമായിരിക്കുന്ന That God is our only trust. The people who trust is the Lord. ദൈവം മാത്രം എനിക്ക് ആശ്രയം എന്ന് That പറയുന്ന, God is their only no trust. matter you received answer, no matter the miracle happened in your prayer, no matter how the God is not working in your life, He is trust in the Lord. Amen. Praise God. ഞാൻ അങ്ങനെയും കൂടി ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നേ. That I desire to be എൻ്റെ desiring like ആവശ്യങ്ങൾ that. തരുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സ്നേഹിക്കാൻ That I do ആഗ്രഹിക്കുന്നത്. not love the God എനിക്കൊരു മറുപടി who gives me തന്നില്ലെങ്കിലും, answers. That even if I don't എൻ്റെ get an ജീവിതത്തിൽ answer, മറുപടി if ലഭിച്ചില്ലെങ്കിലും, there is no answer, എനിക്ക് സൗഖ്യം ലഭിച്ചില്ലെങ്കിലും, even if I don't get healing, എൻ്റെ കടമാരം മാറിയില്ലെങ്കിലും, even if my financial strength എൻ്റെ does not go രോഗസൗഖ്യം away, എനിക്ക് if there സംഭവിച്ചില്ലെങ്കിലും, is no healing in my Lord, body, you are my trust. Jehovah, I and trust in you. that I trust in God. Praise you, Lord. Hallelujah. Amen. ഉദാഹരണങ്ങൾ പറയാം. I will say an example. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ഒരു ഭാഗം കേട്ടു. We heard about Abraham one side. എന്തോന്നറിയാമോ? You know what it is? തരുമെന്ന് പറഞ്ഞത് പ്രതീക്ഷിച്ചിരുന്ന ഒരു വിശ്വാസം. That there's that gives you and then he believed it. വളരെ ശ്രദ്ധിക്കണം, Expectation. വളരെ Be ശ്രദ്ധിക്കണം. careful. തരുമെന്ന് പറഞ്ഞതിൽ വിശ്വസിച്ചു. That he believed what he's going to receive. He believed in the promise and he expected. But this is something different. എന്തോന്നറിയാമോ? You know what this is? തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ഭാഗം. There is a time when he's sacrificing his only son. അവിടെ ഒരു പ്രോമിസ് ഇല്ലായിരുന്നു, നീ There was ഇവനെ no കഴിച്ചോ ഞാൻ promise. ബാക്കി കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടില്ല. He didn't say that you take sacrifice and then I'll do the rest. ഇതാണ് പറയുന്നത്, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന This ഒരു is മനുഷ്യൻ. who says a man is Jehovah is only trust. ആദ്യം യഹോവയിൽ ആശ്രയിച്ചിരുന്നു അബ്രഹാം. First Abraham put their trust in You know Jehovah. why the promise is there? He believed that God is going to fulfill. But ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനല്ല. Now the circumstance യഹോവ മാത്രമേ ആശ്രയമുള്ളൂ. that Jehovah is there, his only trust. എന്താണെന്നറിയാമോ? You know why? തന്റെ വാഗ്ദത്ത പ്രകാരം കിട്ടിയ മകനെ ഇനി യാഗം കഴിക്കാൻ വേണ്ടി That കൊണ്ടുപോയി. he's going to sacrifice the one that he got as a covenant promise. Praise God. Amen. ഈ കൂട്ടർക്ക് പറയാനൊന്നുണ്ട്, The people that he can say എൻ്റെ ദൈവം മാത്രം മതി. that the God is enough for me. എനിക്ക് ദൈവം ഒന്നും ചെയ്തില്ലെങ്കിലും, Even if God doesn't do anything, ഹല്ലേലൂയ, എനിക്ക് ഒന്നും നന്മയായി ഭവിക്കുന്നില്ലെങ്കിലും, even if no blessings are within പ്രൈസ് there, ഗോഡ്, ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒന്നും എനിക്ക് ലഭിച്ചില്ലെങ്കിലും, even if I don't receive anything that I expect, അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാലും ഇല്ലെങ്കിലും, even if he answers my prayer or not, അവൻ മാത്രമേ എനിക്കുള്ളൂ. that he's my only one. You know, നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയായി തീരാൻ പറ്റുമോ? can we be a person like that? അതോ Or ദൈവം പറഞ്ഞ പ്രോമിസിൽ that we put up the promise, പ്രോസ്പെരിറ്റിയിൽ മാത്രം ആശ്രയിക്കാനാണോ that we ആഗ്രഹിക്കുന്നത്? put our trust only in prosperity? പ്രൈസ് ഗോഡ്. Amen. അടുത്ത ഒരാളിനെ കാണിക്കാം. I will show you another person. യോബ് Job 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. 13:15. അവൻ എന്നെ കൊല്ലുകയാണെങ്കിലും, Even ശ്രദ്ധിക്കണം, if he kills me, ആ വാക്ക് ശ്രദ്ധിക്കണം, listen very carefully. അവൻ എന്നെ കൊല്ലുകാന്നിരിക്കട്ടോ, Even if he kills me, ഞാൻ അവനിൽ തന്നെ വിശ്വസിക്കും. that I will only trust in him. ദൈവം മാത്രമായിരിക്കും എൻ്റെ ആശ്രയം. That he is my only trust. ഇതാണ്
ദൈവത്തിലുള്ള ആശ്രയവും. This is what you put your trust in Jehovah. പിന്നെ അടുത്തത് എന്തുവാ? Jehovah is. ദൈവം മാത്രം That ആശ്രയമായിരിക്കും. Jehovah is our only trust. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നു. I hope you രണ്ട് understand type of both. people. Two different. ദൈവം മാത്രമേ ആശ്രയമായിരിക്കുന്നതും The one who's ദൈവത്തിൽ the ആശ്രയമായിരിക്കും. one who puts his trust in Jehovah, and the Jehovah is his only trust. Praise God. Amen. പറയുന്ന വാക്കുകൾ വളരെ words I say. ആഴമേറിയതാ. It is of great. എന്നെ നീ കൊന്നാലും, Even if you kill me, എന്നെ slay me, മരണത്തിന് ഏൽപ്പിച്ചാലും, even if you send me to death, ഞാൻ നിന്നെ തന്നെ വിശ്വസിക്കും. that I will only trust in you. Praise God. Amen. അബ്രഹാമിന്റെ മനസ്സിലുണ്ട്, That in the heart എനിക്ക് of തന്നവനെ Abraham, the one that he അവൻ gave, എടുത്താലും even if he takes it, അവന്റെ വാക്ക് അവൻ മറക്കില്ല, അവൻ പാലിക്കുന്നവനാ. that he doesn't forget his words, that he's going to remember it. യഹോവ തന്നെ എനിക്ക് ആശ്രയമുള്ളൂ. That God is only my trust. ദൈവത്തിന് സ്തോത്രം. Amen. അനുഗ്രഹങ്ങൾ മാത്രമല്ല ഇവരാരും പ്രതീക്ഷിച്ചത്. They did not only just accept blessing. പ്രത്യേകമായ ഹാർഡ്ഷിപ്പുകൾ കടന്നു പോകുമ്പോൾ When they were going through difficult times, അവർ പറയാനൊന്നുണ്ട്, but they can say എനിക്ക് ആശ്രയം ദൈവം മാത്രമേ ഉള്ളൂ. that God is my only trust. മാനുഷിക കരങ്ങൾ മാറിപ്പോകാം, In the hand of man may go away. സ്നേഹം പലപ്പോഴും എനിക്ക് മാറ്റപ്പെടാം, The love can change. പലപ്പോഴും ഞാൻ ഏകാന്തതയിലായിത്തീരാം. Many times I can be lonely, പക്ഷേ but ഞാൻ എൻ്റെ ദൈവത്തിൽ മാത്രം I will only trust in my God. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. Amen. അടുത്ത ആളാണ് ഹബക്കുക്ക്. Next was Habakkuk 3-ാം അധ്യായം 3. 17 മുതൽ 19 വരെ ഒന്ന് വായിക്കാമെങ്കിൽ, തളിർക്കുകയില്ല. ആ ഇത്രയേ ഉള്ളൂ സംഭവം. It's only basically like this. ഫലമൊന്നും ഇല്ല, There is no fruit. ഒരു വിളിച്ചപേക്ഷയ്ക്കും മറുപടിയില്ല. There is no answer to those our അപ്പൊ ഈ prayer. ഹബക്കുക്കിന്റെ ഇപ്പോഴത്തെ ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. Understand the situation of Habakkuk. അതുകൊണ്ടാണ് ഞാനത് വായിക്കാൻ പറഞ്ഞത്. That's why I told you to read it. ഒന്ന്, One. പ്രതീക്ഷിച്ചിരുന്ന പോലെ അത്തിവൃക്ഷമൊന്നും തളുക്കുന്നില്ല. That as you expected the fig tree not മുന്തിരിവള്ളിയിൽ ഒരു flourishing, പ്രതീക്ഷ വെച്ചിരുന്നു, അതുമില്ല. then you expected your fruit of the vine. ഒലിവ് മരത്തിൽ ഞാനൊരു ഫലമൊക്കെ കാണുമെന്ന് വിചാരിച്ചു, അതിലും You എല്ലാം നിശാരായി expected പോയി. olive to flourish, but that failed. നിലത്തിൽ ഞാനൊന്ന് പ്രതീക്ഷിച്ചു, That അതും എനിക്കുണ്ടായില്ല. I expected it ഇനി to എന്റെ happen. മൃഗങ്ങളെ നോക്കി ഇത് പറ്റി പ്രസവിച്ച് എനിക്ക് ഇതിൽ നിന്നൊരു ഫലം ഉണ്ടാകുമെന്ന് Maybe വിചാരിച്ചു. I looked at my flocks and thought that I would have any അവിടുന്ന് fruit, ഉണ്ടായില്ല. and there was nothing there. പ്രൈസ് ഗോഡ്. ഇനി ഞാൻ എൻ്റെ എല്ലാ മൃഗങ്ങളെയൊക്കെ നോക്കിയെന്നേ. Now I looked at all my അവിടെയും ഇല്ല animals, all പ്രയാസം. my herds, that there is no hope ഞാൻ there. ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും ഈ അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ടോ? Let me ask you, has anybody else, നമുക്ക് ഒരു വഴി അടയുമ്പോൾ അടുത്ത വഴി കർത്താവ് കാണിച്ചു തന്നിട്ടില്ലേ? when our one door closes, then God open another one? ആരുടെയെങ്കിലും ഭവനത്തിൽ In anybody of our houses? ജീവിതത്തിൽ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ? Have you been through this type of situation? പല പ്രതീക്ഷകൾ വെച്ച് നോക്കി, That you have put many different hopes. അവിടെ നോക്കിയില്ലേ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടിയില്ലേ അവിടെ കിട്ടും, അതല്ലെങ്കിൽ ഇത് കിട്ടും, ഇതല്ലെങ്കിൽ അത് കിട്ടും, ലാസ്റ്റിൽ അതെങ്കിലും ഉണ്ടാകും വിചാരിച്ചു, You ഒന്നിലുമില്ല. think you will get this and you will get that and you will get this and you get that, and then finally there's nothing. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പക്ഷേ But ഇതാ പ്രത്യാശയുള്ളവൻ. now this is the hope. ഇതാണ് യഹോവ തന്നെ എനിക്ക് ആശ്രയമായിരിക്കുന്നു That എന്ന് this is the പറയുന്നത്. person who says that God is my only trust. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ചിലപ്പോൾ പിന്മാറിപ്പോകും, കാരണം ഒന്നും കിട്ടാഞ്ഞോണ്ട്. That the one who trusts in God will go away because he didn't receive പക്ഷേ anything. യഹോവ തന്നെ എനിക്ക് But ആശ്രയമുള്ളൂ the എന്ന് one who പറയുന്നവൻ says that God is my only trust, ഒന്നും പ്രതീക്ഷിക്കാതിരുന്നാലും, even if he doesn't expect അവൻ anything, ഒന്നും ലഭിച്ചില്ലെങ്കിലും even if he doesn't receive അവൻ anything, പറയുന്നു, ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും, but he will say, I will rejoice in Jehovah. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ I will ഘോഷിക്കും. take joy in the God of my salvation. സഹോദരാ, നിനക്ക് വല്ല വട്ടുണ്ടോ? ഇത്രയും ഭാരത്തിൽ കൂടെ പോകുമ്പോൾ നീ എങ്ങനെ ഒന്ന് സന്തോഷിക്കുമെന്നേ? Brother, are you crazy? Are you mad? Or how will you rejoice നീ in these എങ്ങനെ ഒന്ന് problems? ദൈവസന്നെ ഉല്ലസിച്ച് How ഘോഷിക്കുമെന്നേ? will you rejoice in God? നീ ഇവിടെ ഇരിക്കുമ്പോഴേ നിന്റെ ചിന്തകൾ പലതല്ലേ? When you're sitting here, aren't your thoughts many? നീ ആഗ്രഹിച്ചത് പലതും ലഭിക്കാതില്ലേ? Did you not receive ഈ what you നിനക്ക് accept? എങ്ങനെ ആരാധിക്കാൻ പറ്റും? How can you worship? ഒരു ദൈവവൈതൽ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നവൻ പറയും, The one who has God as the only trust will say ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. that I will trust in God. Praise God. Amen. യഹോവ തന്നെ ആശ്രയമായിരിക്കും. That God is my only trust. അല്ലാത്തവർ
Otherwise, the other people, കിട്ടുന്നതനുസരിച്ച് that as they receive, ദൈവത്തോട് സ്തുതിയും ആരാധനയും they will നന്ദിയും give glory and praise and അവന്റെ കരം worship. മാറ്റി വെച്ച് കഴിഞ്ഞാൽ, If he takes his hand away, ഒരു സ്നേഹം കുറഞ്ഞു കഴിഞ്ഞാൽ, if the love decreases, കിട്ടേണ്ട ബഹുമാനം കിട്ടാതിരുന്നു if you കഴിഞ്ഞാൽ, do not receive the respect, കിട്ടേണ്ട സ്ഥാനം if കിട്ടാതിരുന്നു you do not കഴിഞ്ഞാൽ, receive the position the that you don't person will walk away. അവൻ ഇറങ്ങിപ്പോകും. ഇതാണോ Is ദൈവം this- തന്നെ ആശ്രയം എന്ന് പറയുന്ന Is ജീവിതം? this the life that you say that God is the only trust? ഹല്ലേലൂയ. Amen. അടുത്ത വാക്യത്തെ The പറഞ്ഞറിയാമോ? next verse it says, യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു. അല്ലയോ സഹോദരാ, നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? how brother can you say that? നിനക്ക് ഏതെങ്കിലും കോർണറിൽ നോക്കിയ ഒരു പ്രത്യാശയുടെ വകയുണ്ടോ? Is there any hope that you see in the corners? ഈ നിന്റെ വായിൽ നിന്ന് എങ്ങനെ പറയും How can you from your mouth say this? അവൻ എന്റെ ബലമാണ്? That he is my strength. ഹല്ലേലൂയ. അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കും. That he make my feet like hind feet. ഉന്നതികളുടെ മേൽ എന്നെ That he നടത്തുമാറാക്കുന്നു. will make me walk upon high places. എന്താ ഇതിനൊക്കെ കാരണം? What is the reasons for all this? നിന്റെ പ്രശ്നങ്ങൾ നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? How can't you see your problems? പക്ഷെ അവൻ ഒന്ന് പറയാനുണ്ട്. But he can say this. പുതിയ നിയമ വിശ്വാസിയുടെ സ്റ്റൈലിൽ പറഞ്ഞാൽ, In the New Testament believer style, I can say എനിക്ക് സകലത്തിനും മതിയായവൻ. that God is enough for me. ഹല്ലേലൂയ. Amen. എനിക്ക് സകലത്തിനും മതിയായവൻ. That he's more than enough for me. എന്റെ കാലിനെ പാറമേൽ നിർത്തുന്നവൻ. The one who puts my feet on rock. ദൈവവേദനയിലെ ചുറ്റുപാടും Dear children of God. നമുക്ക് പറ്റും ചുറ്റുപാടും പലപ്പോഴും The many times the circumstances around us, ഹെൽപ്ഫുൾ ആൻസർ അല്ല കിട്ടുന്നത്. you might not receive a helpful answer. പക്ഷേ But നിന്റെ വേര് your root, പട്ടുപോയെന്ന് എല്ലാവരും പറയും. that maybe people think it's dead. നിന്റെ കുറ്റി അഴുകിപ്പോയെന്ന് പറയും. Maybe the stump may dry away, people പണ്ട് say. എന്തൊരു നല്ല വൃക്ഷമായിരുന്നു പലരും But പറയും. many people will say how a great tree it is. പക്ഷേ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം. But this morning, remember one thing. നിന്റെ സാന്നിധ്യം ദൈവ സാന്നിധ്യമാണെങ്കിൽ, If your presence is the God's presence, നിന്റെ അരികിൽ ദൈവ സാന്നിധ്യം എത്തുന്നെങ്കിൽ, if the God's presence is between you, ഈ നീ വേണം പറയാൻ കർത്താവിന്റെ ബലമാണ്. then you should say that God is my strength. അവൻ എൻ്റെ കാലിനെ ഹല്ലേലൂയ പേൻ പാടയ്ക്ക് ഹല്ലേലൂയ പേടമാന് തുല്യമായ കാലുള്ളവനാക്കി മാറ്റും. He makes my feet like hind feet, he says. പലപ്പോഴും ഈ വെള്ളത്തിന്റെ Many times in this waters, ഗന്ധമേൽക്കാതെ നിൽക്കുന്നതുകൊണ്ടാ ദൈവസന്നിധിയിൽ നിന്ന് പലപ്പോഴും നാം അകന്നു പോകുന്നത്. we depart from him because we don't get the scent of the water. Praise God. Amen. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം. The one who has Jehovah's only trust. പോളിനെ കുറിച്ച് പറയാം. പൗലോസ്, If you look at Paul, ഫിലിപ്പിയ ലേഖനം 1-21 വാക്യം, Philippians 1, എനിക്ക് ജീവിക്കുന്നത് for to me ക്രിസ്തുവാണെന്നേ. is Christ. I don't care myself. I'm not Amen. bothered about my life. I'm not concerned about my future. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാ. That he says that I live is Christ. ഹല്ലേലൂയ. Amen. ദൈവത്തിന് സ്തോത്രം. അവന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാത്രം മാറ്റിവെച്ചു. That he gives his Christ away for Christ. എന്താ പോളെ നീ അങ്ങനെ പറഞ്ഞേ? You know why Paul do you say that? പോൾ പറയാനുണ്ട്, That Paul can say, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ആശ്രയിക്കുന്ന ഒരുവനെയല്ല അറിയുന്നത്. I do not know the one who gives me everything I want. ഞാൻ എപ്പോഴും അവനെ എൻ്റെ മുന്നിൽ വെച്ചിരിക്കുക. That I put him in front of me all the time. അത് നല്ല ഉത്തരം 1 തീമോത്തി 1-ാം 2-ാം വാക്യത്തിൽ The good answer 12-ാം is വാക്യത്തിൽ 1 പറയുന്നുണ്ട്. Timothy, it says, 1 Timothy chapter 1 verse 12, ഞാൻ വിശ്വസിച്ചിരിക്കുന്നവനെ ഞാൻ അറിയുന്നു. I thank him and I trust to whom I believe. Amen. I trust to whom I believe. Can you say that today before you leave this place? ഇന്ന് രാവിലെ നമുക്ക് പറയാൻ പറ്റുമോ? Praise God. Amen. ഞാൻ വിശ്വസിച്ചിരിക്കുന്നവനെ The one I believe, ഞാൻ അറിയുന്നു. that I know. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ, Shadrach, Meshach, and Abednego, ഈ 3 സഹോദരന്മാരെ എടുക്കാം. these 3 brothers, ദാനിയേൽ 3:18, Daniel 3 verse 18. എങ്കിലും but അവൻ എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, even if he rescues me or not, എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? you know what that means?
ഞങ്ങൾ അവനെ ഉപേക്ഷിക്കില്ലെന്നർത്ഥം. that I would not let him go. No matter what That no matter what, he rescued us or not, എന്നെ രക്ഷിച്ചാലും no ഇല്ലെങ്കിലും, matter what he saved us or not, എന്നെ രക്ഷിച്ചാലും no ഇല്ലെങ്കിലും, matter what he come to my life or not, എൻ്റെ ജീവിതത്തിൽ വന്നാലും ഇല്ലെങ്കിലും I never leave him. ഞാൻ ഒരിക്കലും അവനെ മറക്കത്തില്ല. ഇതാണ് യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നത്. This is what it means that Jehovah is your only trust. Praise God, hallelujah. ദൈവത്തിന്റെ മഹത്വം. Amen. അടുത്ത ഒരാളാണ് Next person is മറിയം. Maria. Luke chapter 1 verse 38. നിന്റെ വചനപ്രകാരം എനിക്ക് സംഭവിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ വരുന്നത് According to എന്താണെന്ന് thy ഞാൻ word. അറിയുന്നില്ല. That he doesn't know what's coming at him. ഇതെന്തുകൊണ്ട് സംഭവിക്കുമെന്ന് അറിയുന്നില്ല. He's going to know what happened, പക്ഷേ ഞാൻ യഹോവയിൽ മാത്രം but I will ആശ്രയിക്കാം. only trust in നിന്റെ God. വചനപ്രകാരം അത് സംഭവിക്കട്ടെ. That be unto me according to ഒരു thy word. പൂർണ്ണ സമർപ്പണം ദൈവം ആഗ്രഹിക്കുന്നു. That God is expecting a full submission. Hallelujah. Amen. ദൈവത്തിന് മഹത്വം. Amen. ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ദൈവമായിട്ടുണ്ടാകണം. Should have a personal commitment with the Lord. ഈ രണ്ട് ഗ്രൂപ്പിന്റെ ഒരു ആത്മീയ അവസ്ഥ എന്താണെന്നറിയാമോ? You know, the circumstances of these two people's spiritual life. അനുഗ്രഹം One blessing, കിട്ടുന്നതനുസരിച്ച് ദൈവത്തോട് അടുക്കുന്നവർ. the one who comes close to God as blessings come. ദൈവത്തിന് സ്തോത്രം. Amen. അനുഗ്രഹം വന്നാലും ഇല്ലെങ്കിലും The one who, even if the blessing comes or not, ദൈവത്തിൽ നിന്ന് മാറാതിരിക്കുന്നവൻ. the one who does not depart from the Lord. നിന്റെ ആത്മീയ ശുശ്രൂഷകളിൽ, Even in your spiritual ministry, in your worship, നിന്റെ സ്തുതി സ്തോത്രങ്ങളിൽ, in your praises, ദൈവ സ്നേഹത്തിൽ in the love, മാറാതെ നിൽക്കുന്നവൻ പറയും, the one that doesn't depart from it will say യഹോവ മാത്രം എൻ്റെ that ആശ്രയം. God is my trust. ഞാൻ യഹോവയിൽ ആശ്രയിക്കുമെന്നല്ല, That I will trust. It's യഹോവ not that I trust, മാത്രം എൻ്റെ ആശ്രയം. but God is my trust. എൻ്റെ പ്രത്യാശയും എൻ്റെ സന്തോഷവും That my hope and my joy, ദൈവം മാത്രമായിരിക്കും. that God will be. അവനില്ലാതെ എനിക്കൊന്നും വേണ്ട. That I don't want anything apart from Him. അവനില്ലാതെ എനിക്കൊന്നുമില്ല. That apart from Him I have nothing. അവൻ്റെ ആഴത്തിലുള്ള വിശ്വാസവും അവൻ്റെ ബന്ധവും കാണിക്കുന്നതാണ്. It shows the deep faith and relationship. ഈ രണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് മനസ്സിലായല്ലോ. Have you understand these two different groups? അപ്പോൾ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് The first group, യഹോവയിൽ ആശ്രയിക്കുക. the one who trusts in Jehovah. Whenever I need something, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, if I'm in getting trouble, എനിക്ക് പ്രശ്നത്തിൽ I will pray to God. ഞാൻ പ്രാർത്ഥിക്കും. He will answer me. അവൻ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. that there is a I group of will people. trust in the Lord. ഞാൻ യേശുവിൽ വിശ്വസിക്കും. എന്നാൽ But രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. the second group, അവൻ വിടുവിച്ചാലും വിടുവിച്ചില്ല, that even if He rescues me or not, മറുപടി പറഞ്ഞാലും that പറഞ്ഞില്ല, even if He answers me or അവനെ not, സൗഖ്യമാക്കിയാലും even ഇല്ലെങ്കിലും if He heals me or not, ഞാൻ അവനായി ജീവിക്കും. that I will live for Him. ഞാൻ മരിക്കുന്നത് ക്രിസ്തുവിന് That വേണ്ടിയാ. if I die for Christ. Hallelujah. Amen. പ്രയോജനം നോക്കാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ്. പ്രതിഫലം ഇച്ഛിക്കാതെ സ്നേഹിക്കുന്ന ഒരു You're സ്നേഹമാണ്. loving God without ഞാൻ anything അവനിൽ return. മാത്രം ആശ്രയിക്കും. That I will only trust in Him. ഇതിന്റെ അകത്ത് വരുന്ന രണ്ട് വിഷയങ്ങളാണ്. These two different things are coming. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരു ദോഷം സംഭവിക്കാം. That something bad can happen to the one who എന്തുവാണെന്നറിയാമോ? trusts in Jehovah. അവൻ ഉഷ്ണത്തിൽ വാടിപ്പോയി. That when He comes, He will dry away. വേനൽ സമയത്ത് അവൻ വാടിപ്പോയി. When drought comes, he dries away. അവന്റെ മുഖത്തിന് വ്യത്യാസം വന്നു. That there is change in his അവന്റെ face. ചിരിക്ക് വ്യത്യാസം That there വന്നു. is change in his smile. അവന്റെ ആക്ഷന് വ്യത്യാസം That there is വന്നു. change in his action. എന്താണെന്നറിയാമോ? You know what the reason is? He trusts the Lord all the time. അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. That he trusts in the പക്ഷേ Lord. ദൈവത്തിൽ നിന്ന് മറുപടി താമസിക്കുമ്പോൾ, When there is a delay of അവൻ answer, പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നോക്കാതിരിക്കുമ്പോൾ when he does not അവന്റെ expect മുഖം വാടുന്നു. that his അവൻ face ദൈവസ്ഥനിൽ നിന്ന് dries away. മാറിപ്പോകുന്നു. That he turns away from the Lord. ആരാധനയിൽ കുറവ് സംഭവിക്കുന്നു. That there is a decrease in the worship. എന്നാൽ അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പ് ഉണ്ട്. Then there is a second group of people, നമ്മൾ കേട്ടു, as we heard, വിടുവിച്ചാലും ഇല്ലെങ്കിലും, that even if he rescues or not, തന്നാലും ഇല്ലേലും, even if he gives me or not, എന്റെ മുഖം വാടാതെ നിൽക്കും. that my face will not fade എന്റെ ഇല away. ഉഷ്ണകാലത്തും വേനൽക്കാലത്തും ചൂട് തട്ടിയാലും തണുപ്പ് തട്ടിയാലും അത് പറ്റിച്ചിരിക്കും. That is- നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ദൈവം നിനക്ക് ഉത്തരം തന്നോ ഇല്ലയോ എന്ന് പോലും പറയാത്തതുപോലെ The ശോഭിച്ചുകൊണ്ടിരിക്കും. green leaf will always flourish, and even if you have answers or not, വെയിൽ വരും, there's heat comes, പക്ഷെ നീ തളരത്തില്ല. but you will not fade away. എന്താണെന്നറിയാമോ? You know why? നീ ആ സെക്കൻഡ് ഗ്രൂപ്പിൽ പെടുന്നതാ. Because you are in that second group of people. Praise God. Amen.
ഇന്ന് പകൽക്കാലം This ദൈവസഭയിൽ morning, ഒരു കാര്യം ഓർപ്പിക്കട്ടെ. I want to tell you this, the church. നമ്മൾ ഏത് ഗ്രൂപ്പിലാണ്? What group are we in? Praise God. Amen. നമ്മൾ ഏത് ഗ്രൂപ്പിലാണ്? What group are we in? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഗ്രൂപ്പ് അല്ലേ? Are we is the one that trust in? പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവവചനം പറയുന്നു, This morning, the word ദൈവം says മാത്രം ആശ്രയമായിരിക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കണം. you should be in the group that God is your only trust. ദൈവം മാത്രം ആശ്രയമായിരിക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കണം That നീ. you should be in the group that your God is your only trust. എങ്കിലേ നിനക്ക് തക്ക സമയത്ത് ഫലം കായ്ക്കാനൊക്കത്തുള്ളൂ. Then only at the right time you can bear fruit. Praise God. Amen. സാഹചര്യം നല്ലതാകുമ്പോൾ കൊടുക്കുന്ന ഫ്രൂട്ടിനെ കുറിച്ചല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God is not asking for when circumstances are അതിന്റെ good. നല്ലൊരു that you worship. ഉദാഹരണമാ കർത്താവ് A good ആദ്യമേ നോക്കാൻ example വന്നേ. is the fig tree. സീസൺ അല്ലായിരുന്നപ്പോഴും Even if the season wasn't there, it was. നീ സീസൺ നോക്കി ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷത്തെ ദൈവം ആഗ്രഹിക്കുന്നില്ല നീ. God's not expecting a tree that gives. If your season circumstance is according going to your well, seasons. Amen. if you are in happiness days, you will praise your God. സന്തോഷിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ Praise God. ആരാധിക്കും. If God answer you, your കർത്താവിനെ face look as sun. that your faith will അങ്ങനല്ല shine. വേണ്ടത് കേട്ടോ. But it's not the way that God wants. Even including me. എന്നെ കൂടെ നമ്മൾ കുറച്ച് ദിവസം ഉപവസിച്ച് നോക്കി That just പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി പിന്നെ എന്നോട് പറയും ഇനി ഉപവസിക്കണം കേട്ടോ. now when you start fasting and then you receive answer, പക്ഷെ then you wish ഒന്നും കിട്ടാത്തപ്പോൾ നമ്മൾ പറയും കഴിഞ്ഞ പ്രാവശ്യം വിഷയത്തിന് വേണ്ടി ഉപവസിച്ചോ വിട്ടേരെ. when you don't receive anything from then what's the point in fasting? You will say. അങ്ങനെയെങ്കിൽ Then- ഞാൻ രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടുന്നില്ല. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ പെടില്ല. Then I'm not in the group that says that Jehovah is my only trust. God bless you with May this God bless word. you with these words. പരിശുദ്ധ ദൈവം ഈ വാക്കുകളാൽ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.